ഹായ് അസ്സലാമു അലൈക്കും. നിങ്ങൾ കിണ്ണത്തപ്പം കഴിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ തലേദിവസം ആട്ടി വെച്ച അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. ഓൾമോസ്റ്റ് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിനകത്ത് കുറച്ച് നെയ്യ് തൂക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടേ, നമ്മൾ പാത്രം ഇഡലി പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡലി പാത്രത്തിലോട്ട് ഇത് നമ്മൾ തലേന്ന് ആട്ടി വെച്ചിരിക്കുന്ന മാവ്, അപ്പത്തിനാട്ടി വെച്ച തേങ്ങയൊക്കെ ചേർത്ത് ചോറൊക്കെ ചേർത്ത് ആട്ടി വെച്ചിരിക്കുന്ന മാവ്, അതിനകത്തോട്ട് ഏത്തക്ക ഉണ്ടല്ലോ, ഏത്തക്ക അരിഞ്ഞിട്ടത്, ഒരു കഷ്ണം ഏലക്ക ഇട്ടത്, കുറച്ച് പഞ്ചസാര ഇത് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയും വിതറുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ നല്ല സുന്ദരമായിട്ടുള്ള കിണ്ണത്തപ്പം റെഡിയാക്കി കിട്ടും. നമ്മളിതാ നല്ലപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ശർക്കര ചേർക്കാവുന്നവർക്ക് ശർക്കരയും ചേർക്കാം. ഇതിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഉണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അല്ല, ഏത്തക്കയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.